ഹലോ, അസ്സലാമു അലൈക്കും. ഹായ്. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ റിയാദിലേക്കുള്ള യാത്ര എന്ന്. അപ്പം അവിടെ വീട്ടിലെത്തിയിട്ട് പിന്നെ ഒരുപാട് ടൈം ആയതിന് ശേഷം വീഡിയോ അവിടെ വേണ്ടപ്പോൾ ഇതാണ്. ഇതിപ്പം രാവിലെ എന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 മണിക്കെങ്ങാനാണ് ഉറങ്ങുന്നത്. 1:30 എത്തി. പിന്നെ ഫുഡ് കഴിപ്പോൾ അപ്പുറം റൂമിലേക്കെല്ലാം പോക്കും കാരണം രാവിലെ 5 മണി 6 മണിയൊക്കെ അതിന് സുബഹിസ്കരിച്ചിട്ട് എല്ലാവരും കിടന്നതാണ്. അതിന് ശേഷം ഇപ്പോൾ വൈകിട്ട് എണീച്ചിട്ട് എല്ലാവരും അപ്പുറത്തെ റൂമിൽ പോയി. ഇന്ന് ഞാൻ തമ്മിൽ ഇട്ടിട്ടുണ്ടല്ലോ, നാട്ടിലേക്കുള്ള ഷോപ്പിങ്ങൊക്കെ റിയാദിൽ നിന്നാണ് ചെയ്തത്. ഇവിടെ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുണ്ട്. നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചാലും കാണാം. നാട്ടിലേക്ക് വരുമ്പോൾ ഷോപ്പിങ്ങിന് പോകാൻ പറ്റിയ ഏരിയയൊക്കെ ഇഷ്ടം പോലെ ഉള്ളത് റിയാദിലാണ്. ദമാമിൽ അപൂർവേ ഉള്ളൂ. അങ്ങനെ അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ആബിയും പറയും ഇവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്യാം, ഇവിടെ വന്നിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും ഒത്തിട്ട് വന്നതാണ്. പക്ഷേ ഈ വീഡിയോ ഞാൻ 2 ദിവസം ഷോപ്പിങ്ങിന് വന്നത് ഒരു ബ്ലോഗായിട്ട് ഇടുന്നതാണ്. ആദ്യത്തെ ദിവസം വന്നതാണ് ഇത്. പക്ഷേ അന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ഷോപ്പ് കാണുന്നതും അന്ന് എല്ലാം നോക്കി മനസ്സിലാക്കിയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഷോപ്പ് കാണുന്ന ആ ഒരു ഇതും ഓരോന്നും നോക്കുന്നതെല്ലാം തിരക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നല്ലോണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാനും ഫാത്തിമാക്കും വന്നിട്ട് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളത്. അവരെ കളി തന്നെ കാണുന്നില്ലേ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ ആയില്ലേ ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഒരു റൂമിൽ തന്നെ, സ്കൂളില്ല, ഫ്രണ്ട്സുകളില്ല, അങ്ങനെയെല്ലാം ആയിട്ട്. അങ്ങനെ 2 ദിവസത്തെ മിക്സ് ആക്കിയിട്ട് എടുത്ത വീഡിയോ ആണ്. ഇതിപ്പം 5 റിയാലിൻ്റെ ഏരിയ ആണ്. ഈ ഏരിയ മൊത്തം, ഈ ഏരിയ ഫസ്റ്റ് ഫ്ലോറിൽ വേറെ തന്നെ ഒരു സെക്ഷൻ 5 റിയാലിൻ്റെ തന്നെ മാത്രമായിട്ടുള്ളതാണ്. ഇവിടെ കുറേ ഫാൻസി ഐറ്റംസും 5 റിയാൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെയാണ്, നാട്ടിലത്തെ അല്ല. ഫാൻസി ഐറ്റംസും ഇങ്ങനെയുള്ള റോസ് ഗോൾഡ്, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ ഏരിയയിൽ വരുന്നുണ്ട്. പക്ഷെ ഞാൻ കൂടുതലായിട്ട് അതൊന്നും നോക്കിയിട്ടില്ല. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ആ ഒരു രീതിയിൽ ഇങ്ങനെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ നമുക്കൊരു കൗതുകമല്ലേ. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെരുപ്പിന് പല റേറ്റിലുണ്ട്. 5 റിയാലിനുണ്ട്, പല റേറ്റിലും ചെരുപ്പൊക്കെ ഉണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി സാധനമാണ്. ഇത് ഒരു ഇതല്ല, ഒന്നാമതേ ഗൾഫത്തെ സാധനമെല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണല്ലോ കിട്ടാറ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇതന്നെ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്കും ഒരുപാട് വീഡിയോ എടുക്കുന്നതിനൊരു പരിമിതിയെല്ലാം ഉണ്ടായിട്ട് അങ്ങനെ ഇക്കാനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇത് സെക്കൻഡ് ഡേ ആണ്, 2 മിക്സ് ആയിട്ടുള്ളത്. അങ്ങനെ അത് നമ്മൾ ചെയ്ത് 5 റിയാലിൻ്റെ ഏരിയയിൽ നിന്ന് അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തിട്ട് പിന്നെ ഉള്ളത് ഡ്രസ്സിൻ്റെ നൈറ്റി, ഇതിനൊക്കെ ഉള്ളത് 12 റിയാലാണ്. 12 റിയാൽ മുതൽ സ്റ്റാർട്ടിങ്, അതിന് മീത്തലോട്ടേ ഉള്ളൂ. അങ്ങനെ കുറേ നൈറ്റിയും അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്നും എടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ. ഞാൻ നൈറ്റി കൊള്ളാവോ എന്നൊക്കെ ഇക്കാൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് കേട്ടോ. ആ ചൂസിനെ മുമ്പിൽ ഇരുത്തി പാവൻ്റെ മോൾ ഒരുപാട് നേരം ഇങ്ങനെ കുഞ്ഞി അതിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരു അലുമ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഫസ്റ്റ് ഷോപ്പിങ്ങിൻ്റെ ആയിരുന്നു കേട്ടോ. ഇത് ഇക്കാരെ ഡ്രസ്സിങ് കണ്ടോ. ഫസ്റ്റ് ഷോപ്പിങ്ങിൻ്റെ ഇതിപ്പോൾ വൈറ്റ് ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായത്. നമ്മൾ 2 ദിവസം വന്നതിലും മൊത്തം നോക്കിയിട്ട് എല്ലാ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ ടൈം പരിമിതമായിരുന്നു. ഈ നൈറ്റിലല്ലേ വരുന്നത്. ഇന്നത്തെ ദിവസം വരുമ്പോഴും ഇത്താവും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അവർ വേറെ സ്ഥലത്ത് വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല വലിയ മാളൊക്കെ തന്നെയാണ്. പിന്നെ എല്ലാം വാങ്ങി. ഇത് സെക്കൻഡ് ഡേ ആണ്. അങ്ങനെ എല്ലാം വാങ്ങിയിട്ട് നമ്മളെ അവർ പോയെടുക്കുന്ന വന്ന് നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം വാങ്ങിയിട്ടൊക്കെ ഇറങ്ങി. അങ്ങനെ എൻ്റെ നാട്ടിലേക്കുള്ള ഒരുവിധം ഷോപ്പിങ്ങുകളൊക്കെ കഴിഞ്ഞ് എല്ലാം ഏകദേശമുള്ള സെറ്റായി. ഇൻഷാ അല്ലാഹ് എനിക്ക് ഉംറക്ക് പോകാൻ ആഗ്രഹമുണ്ട്. നമ്മൾ അതിന് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നു. അതുകൂടി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരാൻ നിൽക്കുകയാണ്. അപ്പം എന്നും പറയും പോലെ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. നിങ്ങളെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യണം. അത്
തെറ്റായിട്ടുള്ളതാണെങ്കിൽ തിരുത്താനും ഞാൻ തയ്യാറാണ്. ഞാൻ ആദ്യം ഇപ്പം എടുക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് അത്ര ഒരുപാട് പോരായ്മകളുണ്ടാവും. അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ അതൊക്കെ ഞാൻ തിരുത്തിയിട്ട് നല്ലതുപോലെ ആക്കും. അപ്പോൾ ഓക്കെ, ബായ്.